തിരുവനന്തപുരം വിഴിഞ്ഞം കടൽ തീരത്തിന്റെ ഗാംഭീര്യവും മറുപുറത്ത് ഭരണസിരാ കേന്ദ്രങ്ങളുടെ രാജകീയ പ്രൗഢിയുമുണ്ട്. തിരുവിതാംകൂറിന്റെ പൈതൃകമുറങ്ങുന്ന തെരുവുകളിലൂടെയുള്ള യാത്ര ഒരു മനോഹരമായ കവിത പോലെയാണ്. അറബിക്കടലിന്റെ തിരമാലകൾ പാദമുരസുന്ന ശംഖുമുഖത്തെയും വിഴിഞ്ഞത്തെയും തീരങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ആ കാറ്റ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് മുന്നിലേക്കാണ്. അവിടെ കല്ലുകളിൽ കൊത്തിവെച്ച ശില്പഭംഗിയും പഴമയുടെ ഗന്ധവും നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും ഒരു വലിയ ശാന്തത പകർന്നു നൽകുന്നു. കനകക്കുന്നിലെ തണൽ മരങ്ങളും മ്യൂസിയം വളപ്പിലെ പുൽമൈതാനങ്ങളും ഒരുക്കുന്ന പച്ചപ്പ് തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേക ചൈതന്യം നൽകുന്നുണ്ട്. ഈ നഗരം കേവലം ഒരു തലസ്ഥാനമല്ല, മറിച്ച് ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ പ്രണയം നിറയ്ക്കുന്ന ഒരു അനുഭവമാണ്. ആലപ്പുഴ, കിഴക്കിന്റെ വെനീസ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായൽപ്പരപ്പിലൂടെ ഒരു ഹൗസ് ബോട്ട് യാത്ര സങ്കല്പിച്ചു നോക്കൂ. അതാണ് ആലപ്പുഴ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ നീലക്കായലുകൾ, അതിന് കുറുകെ നീങ്ങുന്ന ഹൗസ് ബോട്ടുകൾ. ഈ വെള്ളത്തിന് പറയാൻ 100 കഥകളുണ്ട്. പണ്ട് കുട്ടനാടൻ പാടങ്ങളിൽ നിന്നും കൊയ്തെടുത്ത നെല്ലുമായി പോയിരുന്ന കെട്ടുവള്ളങ്ങളുടെ കഥ, വള്ളംകളിയിലെ ആവേശത്തിന്റെ കഥ, പിന്നെ കായലോരത്തെ മനുഷ്യരുടെ ലളിതമായ ജീവിതത്തിന്റെ കഥ. തെങ്ങോലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വൈകുന്നേരത്തെ സ്വർണ്ണവെയിൽ ഈ ജലപ്പരപ്പിൽ വീഴുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റും പച്ചപ്പും ദൂരെ നീങ്ങുന്ന വള്ളങ്ങളും. നിങ്ങൾ ആലപ്പുഴയിൽ വരികയാണെങ്കിൽ വെറുതെ ഒരു യാത്രയല്ല നിങ്ങൾ നടത്തുന്നത്, പകരം പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഈ ജലയാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത കാഴ്ചയുമായി നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വീണ്ടും കാണാം. ഹലോ ഗൈസ്, കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. കാരണം ഇത് വെറുമൊരു നഗരമല്ല, 2 കാലഘട്ടങ്ങൾ ഒരേ സമയം ജീവിക്കുന്ന ഒരു വിസ്മയമാണ്. നിങ്ങൾ ഈ കാണുന്ന മെട്രോയും ആകാശമുട്ടുന്ന ഫ്ളാറ്റുകളും കൊച്ചിയുടെ പുതിയ മുഖമാണ്, വേഗതയുള്ള ആധുനികമായ കൊച്ചി. എന്നാൽ ഇതിൽ നിന്നും കുറച്ചു മാറിയാൽ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും എത്തുമ്പോൾ സമയം അവിടെ നിശ്ചലമായി നിൽക്കുന്നത് പോലെ തോന്നും. അറബ് വ്യാപാരികളുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ പഴയ തെരുവുകൾ, അവിടെ ഇന്നും ചരിത്രത്തിന്റെ മണമുണ്ട്. പഴയ ചീനവലകളും കായൽക്കാറ്റും തരുന്ന ഒരു സമാധാനമുണ്ട്. അത് മറ്റൊരു നഗരത്തിലും നിങ്ങൾക്ക് കിട്ടില്ല. ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങാം. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. ആ വീഡിയോകളൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഈ യാത്ര ഇവിടെ വിരാമമിടുകയാണ്. ഈ പകലിൽ നമ്മൾ കണ്ട കാഴ്ചകളും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളും നിങ്ങളുടെ മനസ്സിലും ഒരു മധുരമായ ഓർമ്മയായി അവശേഷിക്കുമെന്ന് ഞാൻ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച കൂടുതൽ വിസ്മയങ്ങളിലേക്ക് നാളെ നമ്മൾ വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ്. ഭാഗം മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നാളെ കാണാം. ബൈ.